വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീൽസ് ആൻഡ് വീൽസ്. ഇപ്പോൾ നമ്മളുള്ളത് നമ്മുടെ കാറിൻ്റെ പാർക്കിങ്ങിലാണ്. എൻ്റെ വെന്നുകൂട്ടനെ ഇവിടെ കിടപ്പുണ്ട്, എൻഡോർ കൂട്ടനെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു ഐഫോൺ മേടിക്കാനാണ്. കേദാറിൻ്റെ ബർത്ത്ഡേ ടൈമിൽ തന്നെ അവൻ്റെ മുത്തശ്ശൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഐഫോൺ ഗിഫ്റ്റ് തരാമെന്ന്. പക്ഷേ അവൻ പുതിയ ഐഫോണിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ 15 ലോഞ്ച് ആയല്ലോ. സോ 15ൻ്റെ ഏതാ മോഡൽ ഏതാ ഒന്നും എനിക്കറിയില്ല, എല്ലാം അവനാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. മുത്തശ്ശൻ്റെ വക അവനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് മോളിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം, കയ്യിൽ കിട്ടി. ഒറ്റ പീസ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, അത് നമ്മളങ്ങോട്ട് എടുത്തു. ഇത് ഫോൺ, അതിൻ്റെ അഡാപ്റ്റർ, പിന്നെ ഇത് ഫോൺ കവർ, പിന്നെ അതിൻ്റെ ഗ്ലാസ് പ്രൊട്ടക്ടർ. ഇത്രയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. പിന്നെ ഇൻഷുറൻസ് ഉണ്ട്, അത് എല്ലാവർക്കും അറിയുമല്ലോ, ആപ്പിൾ ഫോണിന് ഇൻഷുറൻസ് അത്യാവശ്യമാണെന്ന്. അപ്പോൾ ഇത് 15+ ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെറുതെ ഫോണൊക്കെ കാണാൻ വേണ്ടി ഒന്ന് പോയി. എൻ്റെ ഡ്രസ്സ് കണ്ടോ, സ്പൈഡർമാൻ്റെ നോവലാണ് ഫുള്ളും. ഇതാണ് നമ്മൾ ഫോൺ മേടിച്ച ഷോപ്പ്. മോൻ്റെ കയ്യിൽ ഫോൺ കിട്ടിക്കഴിഞ്ഞു, അവൻ ഭയങ്കര ഹാപ്പിയാണ്. അവൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഐഫോണിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യണം, പിന്നെ ഫോണിൻ്റെ സ്ക്രീൻ പ്രൊട്ടക്ടർ എന്താ പറയുക, പേപ്പർ റിമൂവ് ചെയ്ത് ഫോൺ ഇത് ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ ആ ആഗ്രഹം അങ്ങനെ സാധിച്ചു. ഇപ്പോൾ ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ്. ബ്ലാക്കാണ് അവൻ ബുക്ക് ചെയ്ത് വെച്ചിരുന്നത്. അവൻ ഫോൺ ലോഞ്ചായ എന്ന് തന്നെ വിളിച്ച് ഷോപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രീ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റ പീസാണ് നമുക്ക് അന്ന് ഷോപ്പിൽ വന്നിരുന്നത്. അത് നമുക്ക് വേണ്ടി അവർ മാറ്റിയും വെച്ചിരുന്നു, അതെടുത്തു നമ്മൾ. അവൻ പറഞ്ഞ കളർ തന്നെയാണ് കിട്ടിയത്. ഞാൻ 15+ ആണ് കിട്ടിയത്. ഇത് ഫോൺ ഓപ്പൺ ആയി കഴിഞ്ഞു. ഹലോ, പിന്നെ വേറെ ഏതൊക്കെയോ ഭാഷയിൽ എന്തൊക്കെയോ വെൽക്കം നോട്ട്സ് വരുന്നുണ്ട്. നമസ്തേ, ഇതാ ഇന്ത്യയുടെ നമസ്തേ. ഏതായാലും അടിപൊളിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റിവ്യൂ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ചെയ്യാം. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു മോളിൽ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ലൈവ് കോൺസേർട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തെന്ന് വെച്ചാൽ എനിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ആൻഡ് മ്യൂസിക്കിൻ്റെ സൗണ്ട് ഭയങ്കര ലൗഡായതുകൊണ്ട് കോപ്പിറൈറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് അവൻ ഫോൺ ഓപ്പൺ ചെയ്ത് അൺബോക്സ് ചെയ്തും ഒക്കെ ജസ്റ്റ് ഒന്ന് കാണാം. ബാക്കിയൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ ഇടാം. ബോക്സിനകത്തൊരു ബ്രെയ്ഡ് കേബിളാണ് ഈ പ്രാവശ്യം അവർ തന്നിരിക്കുന്നത്. പിന്നെ ഒരു എന്താ പറയുക, മാനുവൽ ഉണ്ട്, യൂസർ മാനുവൽ ഉണ്ട്, പിന്നെ ഒരു ടൂൾ കിറ്റ് ഉണ്ട്, ടൂൾ ഇജക്ടർ ഉണ്ട്, പിന്നെ ആപ്പിളിൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ട്. അത്രയും ഉണ്ട് ബോക്സിൽ.
dried out tears of sorrow, lacking all emotion, staring down the barrel, waiting for the final gates to open. ഇത് മോളിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ലൈവ് കോൺസേർട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് ഒന്നും തന്നെ പറയാൻ പറ്റിയില്ല. ഭയങ്കര സൗണ്ടായിരുന്നു. പ്രോഗ്രാം നടക്കുകയാണിപ്പോൾ. ഇതാണ് നമ്മുടെ ഷോപ്പ്. അപ്പോൾ നമ്മൾ ഐഫോൺ മേടിച്ചൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കടയിൽ വെച്ച് നമ്മൾ ജസ്റ്റ് ആയിട്ടൊന്ന് തുറന്നായിരുന്നു. ഇപ്പം ഞാൻ ഇനിയൊരു എനിക്കറിയാവുന്ന രീതിയിൽ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ കൊടുക്കാനാണ് പോകുന്നത്. ഇതാണ് അപ്പോൾ നമ്മുടെ ഐഫോൺ 15+. ഇതാണ് അതിൻ്റെ ബോക്സ്. ഫുൾ കടയിൽ അവിടെ ഫുൾ എന്തോ ലൈവ് കോൺസേർട്ട് നടക്കുന്നുണ്ടായിരുന്നു. ബഹളമായിരുന്നു. ആ വീഡിയോ ഇട്ടാൽ എനിക്ക് ഉറപ്പായിട്ടും കോപ്പിറൈറ്റ് അടിക്കും. സോ ഞാൻ എല്ലാം മ്യൂട്ട് ചെയ്തിട്ടാണ് മ്യൂസിക്കോട് കൂടിയാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ വെച്ചൊരു റിവ്യൂ എടുക്കാൻ പറ്റിയില്ല. സോ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഞാൻ വീട്ടിലാണ്. പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ട് അവിടെ ഇരുന്നും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു ബെഡ്റൂമിലാണ് ഇരിക്കുന്നത്. എൻ്റെ റൂമൊന്നും കണ്ട് ആരും പേടിക്കരുത്, കുറച്ച് വൃത്തികേടായിട്ട് കിടക്കണം. അപ്പോൾ നമ്മുടെ ഐഫോൺ 15+ ബ്ലാക്ക് 128 GB ഫോണാണിത്. പിന്നെ ബാക്കി ഇതാണ് ബോക്സ്. ആസ് യൂഷ്വൽ അറിയുമല്ലോ, പ്ലാസ്റ്റിക് ഇല്ല, ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബോക്സൊക്കെയാണ്. നമ്മൾ ഓപ്പണൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിത് തുറക്കാം. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലാക്കാണ്, ആപ്പിളിൻ്റെ ലോഗോ ഉണ്ട്, ക്യാമറ, ഫ്ലാഷ്, പിന്നെ അപ്പോൾ നമ്മുടെ 15+ അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഒരു 4 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇതിനു വേണ്ടി. ഒറ്റ പീസാണ് ഉണ്ടായിരുന്നുള്ളത്, ഒരേ ഒരു പീസ്. വേറെ ഞങ്ങൾ ഇത് ബുക്ക് ചെയ്ത് മോൻ ബുക്ക് ചെയ്തിട്ടാണ് പോയിരുന്നത്. ഒറ്റ പീസാണ് ഷോപ്പിലുണ്ടായിരുന്നുള്ളത്. 15 ഉണ്ട്, പക്ഷേ 15+ കിട്ടുന്നില്ല. 15 Pro Max Pro എന്തോ അടുത്ത മാസത്തോളം മാർക്കറ്റിൽ അവൈലബിൾ ആവുള്ളൂ എന്നാണ് ആപ്പിളിൻ്റെ സൈറ്റിൽ കണ്ടത്. ഇത് ബ്ലാക്കിൻ്റെ ഒരേ ഒരു പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി കളേഴ്സ് ഒന്നും അവൈലബിൾ അല്ല. അത് ഷോപ്പിൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ 40 പീസസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. വന്നത് 15+ൻ്റെ ഒരേ ഒരു പീസാണ് വന്നിരിക്കുന്നത്. നമുക്ക് എന്താ ലക്കെന്ന് അറിയില്ല. കറക്റ്റ് മോന് നല്ല ലക്കാണ്, കറക്റ്റായിട്ട് ഈ പീസ് കയ്യിൽ വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. ഇതാണ് ഫോൺ. എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ടൊന്നും പറയാൻ അറിയില്ല. ഇതെൻ്റെ ലൈഫിൽ എന്താ പറയുക, ഫസ്റ്റ് ആപ്പിൾ ഫോണാണ്. ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ വിവോ ആണ്. എനിക്ക് എന്തോ വിവോ ഫോൺ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് എൻ്റെ ഫോൺ. ഇതെങ്ങനെ ഓൺ ചെയ്യുന്നത് പോലും എനിക്കറിയില്ല. അതാണ് ഏറ്റവും രസം. എവിടെയാണോ ഓൺ ചെയ്യേണ്ടത് ദൈവമേ. മോൻ ലോഞ്ചായ അന്ന് തന്നെ കടയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പീസ് വേണമെന്ന്. 2-3 കടയിൽ അന്വേഷിച്ചു. അപ്പോൾ അവർ തരാമെന്നൊക്കെ പറഞ്ഞാലും അവർക്ക് പീസ് അവൈലബിലിറ്റി ഇല്ലായിരുന്നു. സാറ്റർഡേ നമ്മൾ ഫോൺ ചെയ്ത് 2-3 ഷോപ്പിൽ ചോദിച്ചു. റിലയൻസിൽ ചോദിച്ചു, പിന്നെ ക്രോമായിൽ ചോദിച്ചു. അവിടെയൊന്നും അവൈലബിലിറ്റി ഇല്ലായിരുന്നു പീസ്. ഇത് ഒരേ ഒരു ഷോപ്പിലുണ്ടായിരുന്നു. അപ്പോൾ മോൻ വിളിച്ച് ലോഞ്ചായെന്ന് തന്നെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് അവന് തന്നെ വേണമെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഈ ഒരു പീസ് കയ്യിൽ വന്നത്. അപ്പോൾ ഫോൺ ഓണായി കഴിഞ്ഞു. അപ്പോൾ ഇതവൻ അതിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഷോപ്പിൽ നിന്ന് വന്നപ്പോൾ ഏകദേശം 9:30 മണിയായി. ഒരുപാട് ലേറ്റായി. പിന്നെ അന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആൻഡ് യൂസ് ചെയ്ത് നോക്കിയാലേ നമുക്ക് കുറച്ച് റിവ്യൂസ് കൊടുക്കാൻ പറ്റും. എനിക്കറിയുന്ന രീതിയിലുള്ള റിവ്യൂസ് തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് അടുത്ത ദിവസമാണ് ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ കവർ. അവൻ്റെ ഇഷ്ടമാണ്, ഫുള്ള് എടുത്തിരിക്കുന്നത് അവൻ്റെ ഇഷ്ടത്തിനുള്ളതാണ്. അപ്പോൾ ഈ കവർ ഞാൻ ഇട്ടേക്കാം. ഇതാണ് ഫോൺ. ക്യാമറ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ക്യാമറയ്ക്കൊക്കെ. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ചേർക്കാം.
ഇത്രയും നേരം നമ്മൾ സോണിയുടെ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വീഡിയോ ഒന്ന് ആപ്പിൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഡയറക്റ്റ് ആപ്പിൾ ഫോണിൻ്റെ മൈക്കാണ്, ഞാൻ വേറെ എക്സ്ട്രാ മൈക്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊരു ടെസ്റ്റിംഗ് വീഡിയോ ആൻഡ് മൈക്കിൻ്റെ സൗണ്ട് ക്വാളിറ്റിയുടെ ഒരു ടെസ്റ്റിംഗ് പോലെയാണ്. പിന്നെ ഞാൻ ഇവിടെ ഗണപതി വിസർജൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന 17th ഫ്ലോറിലാണ്. അപ്പോൾ 17th ഫ്ലോറിൽ ആൻഡ് നൈറ്റ് വേർഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതും ഞാൻ ഇതിലിടാം. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി എങ്ങനെയാണെന്ന് പറഞ്ഞ്. ഫോണിൻ്റെ ബാക്ക് സൈഡ്, ഇത് ഫ്രണ്ട്. ഇപ്പോൾ നമുക്ക് ഫോൺ ഇവിടെ വെച്ചിട്ട് ഇനി ബാക്കി കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇത് ആസ് യൂഷ്വൽ അവിടെ ഒരു ആപ്പിളിൻ്റെ സ്റ്റിക്കറുണ്ട്. ഇത് തരുന്നതിൻ്റെ അർത്ഥം എനിക്ക് എന്താണെന്ന് അറിയില്ല. പിന്നെ ഒരു മാനുവൽ, അത് പ്രയോജനമില്ല. പിന്നെ ഒരു ഇത് ഇജക്റ്റ് ചെയ്യാനുള്ള ടൂൾ. ഈ പ്രാവശ്യം പിന്നെ ഇതൊരു നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ബ്രേഡഡ് കേബിളാണ് ആൻഡ് നല്ല ഫ്ലെക്സിബിളാണ് സാധനം, നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് പൊട്ടും എന്നുള്ള പേടിയൊന്നും വേണ്ട, അതൊരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ C-to-C ആണ്, യൂണിവേഴ്സൽ ചാർജർ, സോ അതൊരു ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ആസ് യൂഷ്വൽ അഡാപ്റ്റർ ഇല്ല, അഡാപ്റ്റർ നമ്മൾ തനിയായിട്ട് മേടിക്കണം. ആപ്പിളിൻ്റെ ഈ ഒരു ചതിയാണ് ഒരു വലിയ ചതിവായി തീർന്നത്. അഡാപ്റ്റർ നമ്മൾ തനിയായിട്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകത പറയാൻ, ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ഫോണാണ്, അതൊരു പ്രത്യേകതയുണ്ട്. ഇതാണ് അഡാപ്റ്റർ, C-to-C ആയതുകൊണ്ട് അതും വലിയ പ്രശ്നമില്ല. ഈ കേബിൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല ഫ്ലെക്സിബിളാണ്, ബാക്കിയുള്ള ഫോണിൻ്റെ പോലെയല്ല, നല്ല അടിപൊളിയാണ്. പെട്ടെന്ന് പൊട്ടിപ്പോകുന്നൊരു ടെൻഷൻ വേണ്ട നമുക്ക്. കാരണം സാധാരണ എൻ്റെ ഫോണിൻ്റെ ഒക്കെ കേബിളിന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ചാർജിങ് പോയിന്റിൽ ഇവിടെ വെച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് അത് ബെൻഡായിട്ട് പൊട്ടിപ്പോവും. സോ വേറെ കേബിൾ മേടിക്കണം. ഈ ഒരു കാര്യത്തിൽ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ഫ്ലെക്സിബിളാണ് കേബിൾ. പിന്നെ ഈ പ്രാവശ്യം 15ൽ ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, ഡൈനാമിക് ഐലൻഡ്. അതെന്തെന്ന് വെച്ചാൽ മുമ്പിലത്തെ ഇതിൽ 14 പ്രോയിലും പ്രോ മാക്സിലും മാത്രമേ ഇതുണ്ടായിരുന്നുള്ളൂ. ഈ പ്രാവശ്യം 15ലെ എല്ലാ വേരിയൻറ്റിലും ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഒരു പാട്ടാണ് ഇവിടെ പ്ലേ ചെയ്തിരിക്കുന്നത്, ഞാൻ സൗണ്ട് വയ്ക്കുന്നില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം. ഇപ്പോൾ നമ്മളിത് ബാക്കിലോട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും, പോസ് ചെയ്യാൻ പറ്റും, പ്ലേ ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു പ്രത്യേകത കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മ്യൂസിക് ബാക്കിൽ നടക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ സൗണ്ട് വെച്ചിട്ടില്ല. ആൻഡ് ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് ഓപ്പൺ ആക്കാൻ പറ്റും. അതൊരു ഈസി ആക്സസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ലൈഫ് വന്ന് 15 മാക്സ് പ്രോ മാക്സ് അതിനേക്കാളും ബെറ്റർ ആണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിട്ടില്ല, 2 ദിവസമായിട്ടുള്ള മേടിച്ചിട്ട്. യൂസ് ചെയ്താലേ നമുക്ക് അറിയുള്ളൂ കറക്റ്റായിട്ട് അതിൻ്റെ എന്താ രീതിയെന്ന് അറിയില്ല. പക്ഷേ ബെറ്റർ ബാറ്ററി ലൈഫ് ആണെന്നാണ് പറഞ്ഞു കേട്ടത്. പിന്നെ ക്യാമറ ക്വാളിറ്റി പറയുകയുണ്ട്, അടിപൊളി ക്വാളിറ്റിയാണ്. വീഡിയോ റെക്കോർഡിങ്ങും നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ്, അടിപൊളിയാണ് വീഡിയോ ആൻഡ് ഫോട്ടോസ്. അത് ആപ്പിളിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആണല്ലോ എപ്പോഴും. ഈ പ്ലസ്സിൽ, അതായത് 15+ ഏറ്റവും ബെസ്റ്റാണ് ക്യാമറ ക്വാളിറ്റി ആൻഡ് വീഡിയോ ക്വാളിറ്റി. അതൊരു നല്ലൊരു, എനിക്കിനി എൻ്റെ വീഡിയോസൊക്കെ മോസ്റ്റ്ലി ആപ്പിളിലായിരിക്കും ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നതെന്നാണ് എന്നോട് മോൻ പറഞ്ഞിരിക്കുന്നത്. അവൻ എൻ്റെ കൂടെ ഉണ്ടാവണം ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്തിൽ, അതുകൊണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഞാനൊരു എന്താ ടെക്നിക്കലായിട്ട് ഭയങ്കര എക്സ്പേർട്ടായ ആളൊന്നുമല്ല. എൻ്റെ ചെറിയ വിവരത്തിൽ ആപ്പിൾ ഫോണിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.